പരിശുദ്ധ ഖുർആൻ റജബിനെ സംബന്ധിച്ച് ഇന്ന ഇദ്ദത്തുൽ ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് മിൻഹാ അർബഅത്തുൻ ഹുറും 12 മാസങ്ങളിൽ പവിത്ര മാസങ്ങളാണ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണല്ലോ റജബ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി നോമ്പെടുത്ത മാസമാണ് ശഅബാൻ. അതിനെ സംബന്ധിച്ച് അവിടുത്തോട് ചോദിച്ചപ്പോൾ റമളാനിന്റെയും റജബിന്റെയും ഇടക്ക് ശഅബാൻ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. അത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു, റമളാനിൽ എല്ലാവരും നോമ്പെടുക്കുന്നു, റജബിലും അതുപോലെ ധാരാളം ആളുകൾ ധാരാളം നോമ്പെടുക്കുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അതറിയപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ശഅബാനിന്റെയും റമളാനിന്റെയും ഇടയിൽ റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ശഅബാൻ ശ്രദ്ധയിൽ വരാതിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ആ ശഅബാനിൽ നോമ്പെടുക്കുന്നത്. ഇപ്പൊ റജബിൽ നോമ്പെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അറിയപ്പെട്ടൊരു വിഷയമാണ് എന്ന് അതറിയിക്കുന്നു എന്നാണ് ഇമാം ഇബ്നു ഹജർ തങ്ങളെപ്പോലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാനും മനസ്സിന് സമാധാനം നൽകാനും വളരെ ബൃഹത്തായ മഹത്തായ അത്ഭുതകരമായ ഇസ്രാ മിഅ്റാജ് എന്ന വലിയ സംഭവം നടന്നിട്ടുള്ളത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ഉലമി وبتا ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي لنريه من آياتنا. നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പലതും നമ്മുടെ അടിമ ആ അടിമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത് നടന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ടൊരു സാധാരണ മുഅ്ജിസത്ത് പോലെ അല്ല. സാധാരണ മുഅ്ജിസത്തുകൾ അത് അനുയായികൾക്കും ശത്രുക്കൾക്കും അങ്ങനെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള മുഅ്ജിസത്താണ്. ഇത് അങ്ങനെയല്ല. ലിനുരിയഹു നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കാണിച്ചത്. നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. എന്തിനാണത്? അത് ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ആണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. കാരണം നരകവും സ്വർഗവും അടക്കമായ യാത്രയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ ഉമ്മത്തിന്റെ കാര്യം ശ്രദ്ധിക്കാനുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ശ്രദ്ധ സ്വർഗത്തിലും നരകത്തിലൊന്നും ആയിപ്പോകാൻ പാടില്ല. നേരത്തെ കണ്ട ഒരു കാര്യമാകുമ്പോൾ അത് പിന്നെ അത്ര പ്രസക്തമാക്കാനുണ്ടാവില്ലല്ലോ. ആദ്യമായി കാണുമ്പോൾ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗ നരകമടക്കം എല്ലാം കാണിച്ചു കൊടുത്ത മഹത്തായ യാത്ര അത് നടന്ന മാസവുമാണ് റജബ് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാം. എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തുഹ്ഫയിൽ ഉണ്ട്.
അപ്പോൾ പിന്നെ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറയേണ്ടതില്ല. എന്നാൽ അത് മേറാജിന്റെ ദിനം എന്ന നിലക്ക് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് തന്നെ പറഞ്ഞ ധാരാളം ഇമാമിയങ്ങൾ ഉണ്ട്. അതിനാൽ റജബിലെ നോമ്പ് മുടക്കുന്ന മുടക്കികളിൽ ആരും പെട്ടുപോകരുത്. അതുപോലെ എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ശഅബാൻ 15 ബറാഅത്ത് രാവിന്റെ പകലായതുകൊണ്ട് ആ നിലക്കും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിന് ചില ഹദീസുകൾ അവർ തെളിവായി പറഞ്ഞിട്ടുമുണ്ട്, ഇമാം റംലിയെ പോലുള്ളവർ. അതിനാൽ ശഅബാൻ 15 ബറാഅത്തിന് ആരെങ്കിലും നോമ്പെടുക്കുമ്പോ അതും മുടക്കുന്ന മുടക്കികളെ കൂട്ടത്തിൽ ഒരു മുസ്ലിയാരും ഒരു സാധാരണക്കാരനും പെട്ടുപോകരുത്.